ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു PSC എയിമർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 139/2021 നടന്ന ഒരു ബൈൻഡർ എക്സാമിൻ്റെ GK പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവനകൾ വായിക്കാം. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ. അപ്പം നല്ല സ്വാദുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഗർഭിണിമാരെ വയറ് പോലെ വീർത്തു എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്: തിരുവനന്തപുരത്ത് വാന നിരീക്ഷണ കേന്ദ്രം തുടങ്ങി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തിരുവനന്തപുരത്ത് വാന നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണ്. വാന നിരീക്ഷണം സ്വാതി തിരുനാളാണ്. ഒരു സത്യപരീക്ഷയായിരുന്ന ശുചീന്ദ്രം പ്രത്യയം അഥവാ ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കി. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് ആരാണെന്നുള്ളതും ചോദിക്കാറുണ്ട്. അത് മാർത്താണ്ഡവർമ്മയാണെന്നുള്ളതും കൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ആണ്: ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായത് ആരായിരുന്നു? നമ്മളെ കിഴവൻ രാജ എന്നറിയപ്പെടുന്ന രാജാവ്. ആരാണത്? കാർത്തിക തിരുനാളാണല്ലേ. കാർത്തിക തിരുനാളാണ്. അപ്പോൾ കിഴവൻ, കാർന്നൂര് എന്നൊക്കെയുള്ള രീതിയിൽ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 4 മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? പട്ടേലിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. ആരാണ് ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. അപ്പം അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പം ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് വല്ലഭായ് പട്ടേലാണ്. അത് ശരിയാണ്. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് നെഹ്റു ആണ്. നെക്സ്റ്റ് നോക്കാം. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. ശരിയാണ്. നമ്മുടെ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പട്ടേലിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 2 മാത്രം. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ജന്മദിനം ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മഗിരി നിലകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മേഖലയിലേക്ക് വീശുന്ന കാറ്റ്. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്നും ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഏതാണ്? വാണിജ്യവാദങ്ങളാണ് അല്ലെ. ഭൂമധ്യരേഖ പ്രദേശത്ത് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ വിളകളെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന വായിച്ചാലോ. ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ ഇതിൽ 2 പോയിന്റ് വന്നിട്ടുണ്ട്. നെല്ല് ഖാരിഫ് വിളയാണ് എന്നും പറയുന്നുണ്ട്, എക്കൽ മണ്ണാണ് അനുയോജ്യം. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ശരിയല്ലേ? 1-ാം സ്ഥാനം എന്തിനാണ്? 1-ാം സ്ഥാനം നെല്ലിനാണ്. 2-ാം സ്ഥാനം ഗോതമ്പ്. 3-ാം സ്ഥാനം വരുന്നത് ചോളം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ശരിയാണോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. SCERT പ്രകാരം ഇന്ത്യയിലാണ്, പക്ഷെ ശരിക്കും ചൈനയിലാണെന്നുള്ളതും കൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രസ്താവന നോക്കാം. ഗോതമ്പ് ഒരു ഖാരിഫ് വിളയാണ്. ഗോതമ്പ് ഒരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിളയാണോ ഗോതമ്പ്? റാബി വിളയാണ് അല്ലേ. ഗോതമ്പ് ഒരു റാബി വിളയാണ്. അപ്പോൾ അവിടെ തന്നെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത്
നെക്സ്റ്റ് പോയിന്റ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. അത് ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ ഗോതമ്പ് ഒരു റാബി വിളയാണ്, ഖാരിഫ് വിളയല്ല. അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാരിന്റെ ധനനയവുമായി ബന്ധമില്ലാത്തത് ഏത്? ധനനയവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണ് ഇതിൽ ബന്ധമില്ലാത്തത്? പൊതുവിതരണം. പൊതുവിതരണം ധനനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തതാണ്. ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഇതൊക്കെ സർക്കാരിന്റെ ധനനയവുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി ഭരണഘടനയിൽ പുതുതായി ചേർത്തതാണ് 21A വകുപ്പ്. ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? 86-ാം ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുന്നത് 2002-ലാണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 45-ാം വകുപ്പിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 243A ആണ്. ഗ്രാമസഭ 243A ആണ്. നെക്സ്റ്റ് നോക്കാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിധവകൾക്കൊക്കെ സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ശരണ്യ പദ്ധതി സ്വയം തൊഴിലാണ് ശരണ്യ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത്. ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പ്രസ്താവന നോക്കാം. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ന്യൂനപക്ഷത്തിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത്. ന്യൂനപക്ഷം നിലവിൽ വന്നത് 2013 മെയ് 15-നാണ്. അപ്പോൾ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ രോഗം ഏതാണ്? തൊഴിൽജന്യ രോഗം. തൊഴിൽജന്യം എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗം. ഇവിടെ സിലിക്കോസിസ് ആണ് തൊഴിൽജന്യ രോഗം വരുന്നത്. ഹീമോഫീലിയ എന്താണ്? രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ രണ്ടും. അരിവാൾ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഇത് രണ്ടും ജനിതക രോഗമാണ്. എംഫസിമ ഒരു ജീവിതശൈലി രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്താണ്? ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ നീലവൃത്തമാണ്. പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പൊ ഇവിടെ എന്താണ് മാറ്റം വരുന്നത്? എന്തിനാണ് ഇവിടെ? ഭാരത്തിനാണല്ലേ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്, ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്നുള്ളത് അല്ലേ. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നു. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഒരു ദർപ്പണത്തിന്റെ വക്രത ആരം 45 സെന്റിമീറ്റർ ആയാൽ ദർപ്പണം ഏത് തരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നും കാണണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് തരം ദർപ്പണമാണെന്നും കണ്ടെത്തണം, ഫോക്കസ് ദൂരവും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഏത് തരം ദർപ്പണമാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ തന്നിട്ടുള്ള സെൻറ്റൻസിനെ ഒന്നുകൂടെ വായിച്ചു നോക്കാം. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്, കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും നിവർന്നതും മിഥ്യയുമായിരിക്കും. കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും നിവർന്നതും മിഥ്യയുമായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വസ്തുവിനേക്കാൾ വലുതും എന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസ് എന്താണ്?
നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും? കോൺകേവ് ദർപ്പണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വക്രത ആരത്തിന്റെ പകുതിയാണ് ഫോക്കസ് ദൂരം. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, കോൺകേവ് ദർപ്പണം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് ഒന്നും കൂടെ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോക്കി വെച്ചേക്കുക. കോൺവെക്സിന്റെ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ചെറുത്, നിവർന്നത്, മിഥ്യ. കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം എപ്പോഴും ചെറുതും നിവർന്നതും മിഥ്യയുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഊതി വീർപ്പിച്ച ബലൂൺ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം എന്താണ്? ഊതി വീർപ്പിച്ച ബലൂണ് വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണം എന്താണ്? വെയിലത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ആവും. അപ്പോൾ വോളിയം ടെമ്പറേച്ചറും നേരനുപാതത്തിലാണ് എന്നുള്ള ആ ഒരു അങ്ങനെ വരുന്ന ഇക്വേഷൻ ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വി ഈസ് ഈക്വൽ ടു വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ്? ചാൾസ് നിയമമാണ് അല്ലേ? ഊതി വീർപ്പിച്ച ബലൂണ് അല്പനേരം കഴിഞ്ഞ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാൻ കാരണം അതിന്റെ വോളിയം കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 വാതക നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് പറയുന്നത് ഏതാണ്? ഏത് വാതക നിയമമാണത്? ബോയിൽ നിയമമാണ് അല്ലേ? ഓക്കെ, ഇനി വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n പറയുന്നത് അവോഗാഡ്രോ നിയമമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ്. ഇനി വൈദ്യുത കാന്തം എന്ന് ചോദിച്ചാൽ അത് പച്ചിരുമ്പാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ, വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? നന്ദനാർ ആരാണ്? പി സി ഗോപാലനാണ്. നന്ദനാർ പി സി ഗോപാലനാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസിൽ കൂടെ ഒന്ന് കടന്നു പോകാം. എം കെ മേനോൻ ആരാണ്? വിലാസിനിയാണ് എം കെ മേനോൻ. പി സച്ചിദാനന്ദൻ ആരാണ്? ആനന്ദൻ അല്ലെങ്കിൽ ആനന്ദ് എന്ന പേരിൽ എഴുതുന്ന ആളാണ് പി സച്ചിദാനന്ദൻ. എം പി ഭട്ടതിരിപ്പാടോ? പ്രേംജി ആണ് അല്ലെ? എം പി ഭട്ടതിരിപ്പാട് പ്രേംജി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് കായിക താരത്തോടുള്ള ആദര സൂചകമായാണ് ഓഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? അപ്പൊ ഇന്ത്യയുടെ ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് 29. ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29. ഓക്കെ, അപ്പൊ ധ്യാൻചന്ദിന് ഒരു വിശേഷണം ഉണ്ടല്ലോ. ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാണ് ധ്യാൻചന്ദ്. ഓക്കെ, അപ്പൊ ഇതിൽ മിൽഖാ സിംഗിന്റെ ഒരു വിശേഷണം കൂടി അറിഞ്ഞിരിക്കുക. പറക്കും സിംഗ് എന്ന വിശേഷണം ഉള്ളതാണ് മിൽഖാ സിംഗിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു അസ്ഥിര മെമ്മറിയാണ് അല്ലെ? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അസ്ഥിര മെമ്മറിയാണ്. റാമാണോ റോമാണോ എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. ഏതാണ് അസ്ഥിര മെമ്മറി വരുന്നത്? റാമാണ്. റാമിൽ എ അല്ലേ? അപ്പൊ അസ്ഥിരം എ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. റാമാണ് ഇവിടെ ആൻസർ വരുന്നത്. വോളറ്റൈൽ മെമ്മറിയാണ് റാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഏതാണ്? ഇ ഗവേൺസ് ആണ്. ആ സംവിധാനമാണ് ഇ ഗവേൺസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കമ്മീഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20 ക്വസ്റ്റ്യൻ ആണ് GK പാർട്ട് ഉണ്ടായത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്